ഇടുക്കി തൊടുപുഴ അഗ്നിശമന സേനയെ കബളിപ്പിച്ച് ഉദ്യോഗസ്ഥന്റെ ഇന്ധന വെട്ടിപ്പ്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സാദിഖ് ആണ് സേനാ വാഹനത്തിൽ നിറയ്ക്കേണ്ട ഇന്ധനം സ്വന്തം വാഹനത്തിലാക്കിയത്. ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, പറയൂ, എങ്ങനെയാണ് ഈ വെട്ടിപ്പ് ഈ ഉദ്യോഗസ്ഥൻ നടത്തിയത്? തൊടുപുഴ അഗ്നിശമന സേനയെ സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യമാണ്. മുമ്പും സമാനമായ പരാതികൾ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പ് തലത്തിൽ പരാതികൾ നൽകിയിട്ടുള്ളതുമാണ്. എന്നാൽ ഇതിലൊന്നും തന്നെ ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഇന്ന് നമ്മൾ എന്തായാലും പുറത്തുവിടുന്നത്. അതായത് തൊടുപുഴ അഗ്നിശമന സേനയിലെ KL 01 CC 6371 എന്ന ഒരു വാഹനം, ആ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിനിടെയാണ് ഈ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസറായിട്ടുള്ള സാദിക്ക് സ്വന്തം വാഹനത്തിലൂടെ ഇന്ധനം നിറയ്ക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. ഈ ഡീസൽ അടിക്കുന്ന സമയത്ത് ഈ സേനയിൽ നിന്നുള്ള വാഹനത്തിൽ ഡീസൽ അടിക്കുന്നു. അതിനുശേഷം ഈ പമ്പ് തിരിച്ചു വയ്ക്കാതെ നേരെ പോകുന്നത് തൊട്ട് മുന്നിൽ കിടക്കുന്ന ഒരു സ്വിഫ്റ്റ് ഒരു കാറിലേക്കാണ്. ആ കാറിലും ഡീസൽ അടിച്ച ശേഷമാണ് ഈ ഒരു പമ്പ് തിരിച്ചു കൊണ്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ സേനയുടെ ആവശ്യത്തിന് വേണ്ടി അടിക്കുന്ന ഡീസൽ സ്വന്തം വാഹനത്തിലൂടെ ആക്കി വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് ഈ തൊടുപുഴ അഗ്നിശമന സേനയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വലിയ വാഹനങ്ങൾ ഡീസൽ അടിക്കാൻ എത്തുമ്പോഴും സമാനമായ വെട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു വിവരം ലഭിച്ചപ്പോൾ തന്നെ നമ്മൾ ഇതുമായി കൃത്യമായ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. ഇതിൽ നിന്നാണ് നിരന്തരം ഇത്തരത്തിൽ ഡീസൽ മോഷ്ടിക്കാറുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. ഇത്തരത്തിൽ ഡീസലുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്താറുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത്. അതിനുശേഷം നിലവിൽ ഇപ്പോൾ ഒരു ഡിജിറ്റൽ ബില്ലിംഗ് ആണ്. അതായത് ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ ബില്ല് പമ്പിൽ നിന്ന് വാങ്ങി ഈ വകുപ്പിലേക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഈ വരുന്ന അഗ്നിശമന സേനയിലെ ആ ഒരു വാഹനത്തിന്റെ നമ്പർ അടിച്ച് ബില്ലെടുത്ത ശേഷം ഈ ഡീസൽ വിഭജിച്ചെടുക്കുന്ന ഒരു രീതി, അതാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ അനുവർത്തിച്ചു പോരുന്നത്. ഇത് തുടർച്ചയായി വർഷങ്ങളായി ഇത്തരത്തിൽ നടന്നു പോരുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഡീസൽ ഈ സേനയുടെ ഓഫീസിൽ വാങ്ങി വെച്ച ആണ് വാഹനങ്ങൾ കടിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്തും സ്വന്തം വാഹനത്തിലേക്ക് ഇത്തരത്തിൽ ഡീസൽ മാറ്റിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം തന്നെ പരാതിയായി പോയിരുന്നു. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉൾപ്പെടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രധാനമായും ചില ഉദ്യോഗസ്ഥർ ഈ ഒരു സേനയുടെ സ്വന്തം ചൊൽപ്പിടിക്കുള്ളിൽ നിർത്തി, അല്ലെങ്കിൽ തൊടുപുഴ അഗ്നിശമന സേനയുടെ ഒരു പൂർണ്ണമായ ഉത്തരവാദിത്വം അവരുടെ കയ്യിൽ ആക്കിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ സേനയ്ക്ക് വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ട്. പക്ഷേ ഇവർ ഉന്നത ഉദ്യോഗസ്ഥരുമായി തന്നെ അടുത്ത ബന്ധമുള്ള ആളുകളായതുകൊണ്ട് ഇവർക്കെതിരെ കൃത്യമായ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുമ്പ് നമ്മളൊരു വാർത്ത ഈ തൊടുപുഴ അഗ്നിശമന സേനയുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. ഈ പന്നിമാംസം സേനയുടെ മെസ്സിൽ പാകം ചെയ്തതുമായി ബന്ധപ്പെട്ട് അവിടെയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ അട്ടിമറിക്കപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ നിലവിൽ ഇപ്പോൾ ഈ ഡീസൽ മോഷണവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകളുടെ ഒരു അഭാവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. നിലവിൽ ഇപ്പോൾ നമ്മൾ തന്നെ ആ ഒരു തെളിവ് പുറത്തേക്ക് വിടുകയാണ്. ഇത്തരത്തിൽ ഡീസൽ മാറ്റിയെടുക്കുന്നതിന്റെ, അല്ലെങ്കിൽ രണ്ട് വാഹനങ്ങളായി സ്റ്റേഷൻ ഓഫീസറുടെ സ്വകാര്യ വാഹനത്തിലും അതുപോലെ തന്നെ സേനാ വാഹനത്തിലും നിറയ്ക്കുന്നതിന്റെ കൃത്യമായ തെളിവുകൾ കൂടി നമ്മൾ നൽകുകയാണ്. ഇനിയിപ്പോൾ വേണ്ടത് അടിയന്തരമായ നടപടി ആവശ്യമായി ഉണ്ട്. അതിൽ എന്ത് നടപടി ഇനിയിപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ എടുക്കുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.